ഈ രാഹുലിൻ്റെ വിഷയം നേരത്തെ വന്നപ്പം ACC പോലും പറഞ്ഞത് അതിനകത്ത് വേണ്ടതല്ലാത്ത പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ വിഷയമാണ്. അപ്പം കേരളത്തിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു. വി ഡി സതീശൻ്റെ നിലപാടെടുക്കുന്നു, ഇദ്ദേഹത്തെ ഉത്തരവാദിത്തങ്ങൾ മാറ്റുന്നു, ഏറ്റവും അവസാനം MLA സ്ഥാനത്ത് നിന്ന് വരെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു രീതിയിലെ കാര്യങ്ങൾ വന്നു. അപ്പോൾ അടുത്ത ഇലക്ഷൻ വന്നാൽ ആ ഇലക്ഷനകത്ത് ഈ ഒരു വിഷയത്തിനും കൊണ്ട് BJPയുടെ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു MLA സ്ഥാനം രാജിവെക്കേണ്ടത്. ഇപ്പം വീണ്ടും കുരുക്കായില്ലേ ഇലക്ഷൻ വന്നപ്പോൾ. ഇപ്പം കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് തൊട്ടതേയില്ല. കാരണം തൊട്ടാൽ നാറുന്ന ഒരു വിഷയമാണല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അറിയില്ല, അതിനകത്ത് അയാളുടെ കാര്യം, അയാൾ പാർട്ടിയല്ല, കോൺഗ്രസ് അല്ല, ഞങ്ങൾ എന്നേ പുറത്താക്കിയതാണെന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരവസ്ഥ. ഇപ്പോൾ കെ മുരളീധരനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും രാജ്മോഹൻ താനൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു, ഇനിയും എന്നെ കൊണ്ട് പറയിക്കരുത്, അയാളെ ഒത്തിരി കഥകൾ എനിക്കറിയാം, പറയിപ്പിച്ചാൽ ആ രീതിയിലേക്ക് വരും. ഇപ്പം ഇന്ന് കെ മുരളീധരൻ്റെ പ്രസ്താവന വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ്സുകാരനല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ആരുടെ തന്നെ ആയാലും അവർ കോൺഗ്രസ് അല്ല, അവർക്ക് നടപടി നേരിടേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആയാലും രമേശ് ചെന്നിത്തലയുടെ ആയാലും VD സതീശൻ്റെ ആയാലും സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ളത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് അല്ലാത്ത സ്ഥിതിക്ക് അയാൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഈ കോൺഗ്രസിനകത്ത് ഉള്ള നേതാക്കന്മാരെ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന വന്ന് അയാൾ നടപടിയെടുക്കും. ഇപ്പോൾ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ KPCC ഇപ്പം ജനറൽ സെക്രട്ടറി ആണല്ലോ. KPCC ജനറൽ സെക്രട്ടറിക്ക് KPCC പ്രസിഡന്റ് ഇല്ലാത്തതും അല്ലെങ്കിൽ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സോക്കേടും ഉള്ള ഒരു അഭിപ്രായമൊക്കെ എങ്ങനെ വരുന്നത്? കോൺഗ്രസിനകത്ത് അങ്ങനെ അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുരളീധരൻ അഭിപ്രായം പറയാറുണ്ട്, രമേശ് ചെന്നിത്തല അഭിപ്രായം പറയാറുണ്ട്, KC വേണുഗോപാൽ അഭിപ്രായം പറയാറുണ്ട്. അത് കോൺഗ്രസിനകത്ത് നേരത്തെ അങ്ങനെ ഒരു മത്സര ബുദ്ധിയുടെ, പക്ഷെ അവരൊക്കെ പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരല്ലേ. ഇന്നലെ കയറി വന്ന ഒരാള് അതാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ ഏത് വിഷയത്തിനകത്തും പുള്ളി അഭിപ്രായം പറയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.